അവസാന ദിവസത്തിൻ്റെ തൊട്ട് തലേന്ന്, അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തൊട്ട് തലേന്ന് ക്യാഷ് ഫോർ വോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ അരങ്ങേറി. കാരണം വോട്ടിന് ക്യാഷ് എന്ന് പറയുന്ന രീതിയിൽ BJPയുടെ ശോഭാ സുരേന്ദ്രൻ നേരിട്ട് അവരുടെ കാറിൽ തന്നെ പോയി നേരിട്ട് ക്യാഷ് കൊടുക്കുന്ന ഒരു സംഭവം അത് മാധ്യമങ്ങളിലൂടെ വലിയ ചർച്ചാ വിഷയമായി. അവിടെയാണ് BJPക്ക് അടിപറ്റിയത്. കാരണം തലേ ദിവസം ഇത്ര വലിയൊരു സംഭവം അത് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റി, അത് BJPയെ വല്ലാതെ തളർത്തി. അപ്പോൾ അവിടെ BJPയുടെ ജയസാധ്യത മങ്ങുകയും ചെയ്തു. നമുക്ക് തീർത്തും ഉറപ്പിച്ച് പറയാൻ കഴിയും, അതോടുകൂടി അവിടെ UDFന് മേൽക്കൈ നേടി UDF അവിടെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വരുമെന്ന് നമുക്ക് 100% ഉറപ്പിക്കാൻ കഴിയുന്നൊരു മണ്ഡലമാണ് പാലക്കാട് നിയോജക മണ്ഡലം. പക്ഷേ അവിടെ മറ്റൊരു സംഭവം അരങ്ങേറിയത്, ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ വോട്ടിന് വേണ്ടി ക്യാഷ് കൊടുക്കുന്നത് പിടിച്ചപ്പോൾ വളരെ മോശമായ രീതിയിലാണ് അവർ പ്രതികരിച്ചത്. മാധ്യമങ്ങൾക്ക് മുന്നിലാണെങ്കിൽ പോലും, മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിൽ പോലൊക്കെ വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചു. ആ പ്രതികരണം അവിടുത്തെ വോട്ടർമാർക്കിടയിൽ മാറി ചിന്തിക്കാൻ ഒരു ഇടവന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവിടെ BJPയുടെ ജയം ഒരിക്കലും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ പിഷാരടി വൻ ഭൂരിപക്ഷത്തോടു കൂടി പാലക്കാട് വിജയിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.